കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വഴിത്തിരിവിനാണ് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ പിണറായി സർക്കാർ ഒരുങ്ങുന്ന മലക്കം മാർച്ചിൽ സാക്ഷ്യം വഹിക്കുന്നത്. 2018 വിവാദ വിധിക്ക് ശേഷം നവോത്ഥാന നായകന്റെ പരിവേഷവുമായി ആചാര ലംഘനത്തിന് മുന്നിട്ടിറങ്ങിയ ഒരു ഭരണകൂടം വിശ്വാസി സമൂഹത്തിന്റെ കടുത്ത രോക്ഷത്തിന് മുന്നിൽ ഒടുവിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കേരളത്തിന്റെ മണ്ണിൽ ആചാരങ്ങളും വിശ്വാസങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രകമ്പനമായിരുന്നു ശബരിമല യുവതി പ്രവേശന വിധി. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം 2026 സുപ്രീം കോടതിയുടെ 9-അംഗ വിശാല ബെഞ്ചിന് മുന്നിൽ കേസ് എത്തുമ്പോൾ പിണറായി വിജയൻ സർക്കാർ തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായും പിന്നോക്കം പോയിരിക്കുകയാണ്. ആചാര സംരക്ഷണം ഉറപ്പാക്കണമെന്നും യുവതി പ്രവേശനത്തിൽ പഴയ നിലപാട് തിരുത്താൻ തയ്യാറാണെന്നും വ്യക്തമാക്കുന്ന പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള നീക്കം കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു പതനത്തെയും അതേസമയം വിശ്വാസികളുടെ വലിയൊരു വിജയത്തെയുമാണ് അടയാളപ്പെടുത്തുന്നത്. 2018 സെപ്റ്റംബറിൽ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ സർക്കാർ സ്വീകരിച്ച നിലപാട് അതീവ കർക്കശമായിരുന്നു. വിധിയെ എതിർത്ത വിശ്വാസികളെ അടിച്ചമർത്താനും നവോത്ഥാനത്തിന്റെ പേരിൽ മതിലുകൾ തീർക്കാനും സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചിലവാക്കി. 10-50 വയസ്സിനിടയിലുള്ള സ്ത്രീകളെ മല ചവിട്ടിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ നീക്കങ്ങൾ ഭക്ത മനസ്സുകളിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. വിശ്വാസികളുടെ കടുത്ത രോക്ഷവും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നേരിടേണ്ടി വരുന്ന തിരിച്ചടിയും ഭയന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ അപ്രതീക്ഷിത മാറ്റം. 2007 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതായിരുന്നു ഇതുവരെ സർക്കാരിന്റെ പല്ലവി. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെടരുതെന്നും വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണമെന്നും കാട്ടി സത്യവാങ്മൂലം പുതുക്കി നൽകാനുള്ള തീരുമാനം പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ യു-ടേൺ ആയി വിശേഷിപ്പിക്കപ്പെടുന്നു. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ ലജ്ജാകരമാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലത്ത് ബോർഡ് യുവതി പ്രവേശനത്തെ ശക്തമായി എതിർത്തിരുന്നു. ശബരിമലയിലെ പ്രതിഷ്ഠ ബ്രഹ്മചാരിയാണെന്നും 10-50 ഇടയിലുള്ള സ്ത്രീകൾ പ്രവേശിക്കുന്നത് ആചാര ലംഘനമാണെന്നും ബോർഡ് കോടതിയിൽ വാദിച്ചു. എന്നാൽ 2018 വിധിക്ക് ശേഷം ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കൊത്ത് ബോർഡ് തങ്ങളുടെ നിലപാട് മാറ്റി. പുനഃപരിശോധന ഹർജികൾ പരിഗണിച്ചപ്പോൾ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് വാദിച്ച ബോർഡ് ഇന്ന് വീണ്ടും പഴയ നിലപാടിലേക്ക് മടങ്ങുകയാണ്. 9-അംഗ ബെഞ്ചിന് മുന്നിൽ ഹാജരാകുമ്പോൾ ആചാര സംരക്ഷണത്തിന് മുൻഗണന നൽകുമെന്ന ബോർഡിന്റെ പ്രഖ്യാപനം വിശ്വാസികളോടുള്ള മാപ്പപേക്ഷയായി മാത്രമേ കാണാൻ കഴിയൂ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നതിന്റെ ഉദാഹരണമാണിത്. ശബരിമല കേസിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ നടത്തിയ നിയമപോരാട്ടം ചരിത്രത്തിന്റെ ഭാഗമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കപ്പെട്ട ശേഷവും അദ്ദേഹം സ്വന്തം നിലയിൽ പുനഃപരിശോധന ഹർജിയുമായി കോടതിയിൽ പോയി. മുൻപ് ബോർഡിന് വേണ്ടി വാദിച്ച പ്രമുഖ അഭിഭാഷകൻ മനുവിനെ അദ്ദേഹം തന്റെ വാദങ്ങൾക്കായി നിയോഗിച്ചു. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നപ്പോഴും ഒറ്റപ്പെട്ട പോരാട്ടത്തിലൂടെ വിശ്വാസ സംരക്ഷണത്തിന്റെ കനലുകൾ കെടാതെ സൂക്ഷിക്കാൻ പ്രയാറിന് സാധിച്ചു. ഇതിന്റെ പരിണിത ഫലമായാണ് 2019 കോടതി വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചതും ഇപ്പോൾ വിശാല ബെഞ്ചിന് മുന്നിൽ എത്തിയതും. ശബരിമല പ്രക്ഷോഭകാലത്ത് വിശ്വാസികളെ ക്രിമിനലുകളായി ചിത്രീകരിക്കുകയും വീടുകളിൽ കയറി പിടികൂടുകയും ചെയ്ത പോലീസിന്റെ നടപടികൾ കേരളം ഇതുവരെ മറന്നിട്ടില്ല. ഭക്തർക്ക് നേരെ ലാത്തി വീശുകയും ഇരുമുടിക്കെട്ടുമായി വന്നവരെ ആക്ഷേപിക്കുകയും ചെയ്ത ഭരണകൂടം ഇന്ന് അതേ ഭക്തരുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്ന കടമ്പ കടക്കാൻ വേണ്ടിയാണ്. നവോത്ഥാനം അതിൽ കെട്ടിയവർ തന്നെ അത് പൊളിച്ചെടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടുകളിലെ പാപ്പരത്വമാണ് തെളിവാകുന്നത്. ഇടതുപക്ഷ സഹയാത്രികർക്കിടയിൽ പോലും ഈ നിലപാടിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ പ്രതിപക്ഷം വൻ പ്രചാരണത്തിന് ഒരുങ്ങുമ്പോൾ ശബരിമല വിഷയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് പരിഗണിക്കുന്നത് ശബരിമലയിലെ മാത്രം വിഷയമല്ല, മറിച്ച് മതവിശ്വാസവും ഭരണഘടനാപരമായ അവകാശങ്ങളും തമ്മിലുള്ള സങ്കീർണമായ നിയമപ്രശ്നങ്ങളാണ്. ഒരു മതവിഭാഗത്തിന് തങ്ങളുടെ ആചാരങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശം എത്രത്തോളം ഉണ്ട് എന്നതിൽ കോടതി വിധി നിർണായകമാകും. സർക്കാർ ഇപ്പോൾ ആചാര സംരക്ഷണത്തിന് അനുകൂലമായി സത്യവാങ്മൂലം നൽകുമ്പോൾ അത് കോടതിയുടെ തീരുമാനത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. മാർച്ച് 14-നകം കക്ഷികളെല്ലാം നിലപാട് അറിയിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശമാണ് സർക്കാരിനെ ഈ തിരക്കിട്ട തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്. ഈ സംഭവ വികാസങ്ങളെല്ലാം വിരൽ ചൂടുന്നത് വിശ്വാസി സമൂഹത്തിന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയിലേക്കാണ്. കായിക ബലവും ഭരണ സ്വാധീനവും ഉപയോഗിച്ച് തങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ വന്ന ഭരണകൂടത്തെ കൊണ്ട് തന്നെ ആചാര സംരക്ഷണം എന്ന് പറയിപ്പിക്കാൻ സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. നാമജപ ഘോഷയാത്രകളിലൂടെയും തെരുവിലെ പ്രതിഷേധങ്ങളിലൂടെയും വിശ്വാസികൾ ഉയർത്തിയ ശബ്ദം കോടതി മുറികളിലും ഭരണസിരാ കേന്ദ്രങ്ങളിലും പ്രതിധ്വനിച്ചു എന്നാണ് ഈ നിലപാട് മാറ്റം തെളിയിക്കുന്നത്. ശബരിമലയിലെ അയ്യപ്പൻ ബ്രഹ്മചരിയാണെന്ന സത്യം ഭരണകൂടത്തിന് വൈകിയാണെങ്കിലും അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വിശ്വാസികളെ ചവിട്ടിമെതിക്കാൻ മുതിരുന്നവർക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണിത്. നവോത്ഥാനം പുരോഗമനവും കേവലം വോട്ട് പിടിക്കാനുള്ള അടവുകളല്ലെന്നും ജനങ്ങളുടെ ആഴത്തിലുള്ള വിശ്വാസങ്ങളെ മറികടക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ലെന്നും പിണറായി സർക്കാർ ഇപ്പോൾ തിരിച്ചറിയുന്നു. സുപ്രീം കോടതി നൽകുന്ന പുതിയ സത്യവാങ്മൂലം ശബരിമലയിലെ സമാധാനം നിലനിർത്താൻ സഹായിക്കുമെങ്കിലും സർക്കാർ ഇത്രയും കാലം ചെയ്ത തെറ്റുകൾക്ക് കേരളത്തിലെ വിശ്വാസി സമൂഹം മാപ്പ് നൽകുമോ എന്നത് വരും ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ തെളിയിക്കും. ദൈവത്തിന്റെ കണ്ണുകൾ മൂടിക്കെട്ടാൻ ആർക്കും കഴിയില്ലെന്ന ആ പഴയ സത്യം ഒരിക്കൽ കൂടി കേരളത്തിന്റെ മണ്ണിൽ അനർത്ഥമായിരിക്കുകയാണ്.